ഹായ് എല്ലാവർക്കും നമസ്കാരം. ഞാൻ പോളി ഉടകൻ. ഒരു എക്സ്ക്ലൂസീവ് സ്റ്റോറിയിലേക്കാണ് ഇന്ന് പ്രേക്ഷകരെ ഞാൻ കൊണ്ടുപോകുന്നത്. ഒരുപാട് ദിവസങ്ങളായി നമ്മുടെ ചാനലിലേക്ക് ഒരുപാട് ഫോൺ കോൾസ് എല്ലാം വരുന്നു, മെസ്സേജസ് വരുന്നു, ഇൻഫർമേഷൻ വരുന്നു. അത് മറ്റൊന്നല്ല, വയനാട് ലാൻഡ് സ്ലൈഡ് നടന്ന സ്ഥലം, അവിടേക്ക് സഹായാവസ്ഥവുമായി ഒരുപാട് വാഹനങ്ങൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. രാത്രി കാലങ്ങളിൽ ഗൂഡല്ലൂർ ചെക്ക് പോസ്റ്റ് വഴി പാസ് ചെയ്യുന്ന വാഹനങ്ങൾ, ഹൈടെക് വാഹനങ്ങളാണെങ്കിൽ അത് തടഞ്ഞു നിർത്തുകയും എന്തെങ്കിലും ഒരു ഒഫൻസ് കണ്ടെത്തി, ഒഫൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഇപ്പം ഞങ്ങളോട് ആവശ്യപ്പെട്ടത് ഡോക്യുമെന്റ് ആയിരുന്നു. വണ്ടിയുടെ ബുക്കും പേപ്പറെല്ലാം കാണിക്കാൻ പറഞ്ഞു. വണ്ടി പരിശോധിച്ചിട്ട് ഒന്നും തന്നെ കിട്ടിയില്ല. അപ്പം ഞങ്ങളോട് പറഞ്ഞത് നിങ്ങളുടെ ഡോക്യുമെന്റ് എടുത്ത് ഒന്ന് SI സാറെ കാണിക്കൂ എന്നാണ്. SI സാറെ കാണിച്ചപ്പോൾ അവർക്ക് ഡിജിറ്റൽ കോപ്പി പോരാ, ഒറിജിനൽ ഡോക്യുമെന്റ് കാണണമെന്നായി. അപ്പം എന്തായാലും കുറച്ച് നേരം നിങ്ങൾ ഇവിടെ നിൽക്കൂ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അപ്പോഴേക്കും 2-3 വണ്ടി വന്ന് തടുത്തു. ഈ തടുത്ത് ലക്ഷ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൈസ വാങ്ങൽ മാത്രമാണെന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഞങ്ങൾക്ക് മെസ്സേജ് കിട്ടിയത് കൊണ്ടാണ് ഞങ്ങൾ കൃത്യമായിട്ട് അവിടെ ഇത് ഷൂട്ട് ചെയ്യാൻ വേണ്ടി തന്നെ പോയത്. പക്ഷെ അവിടെ നടന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സൈഡിലൊന്നും ലൈറ്റ് ഇല്ലാത്തതുകൊണ്ട് ഒരു പക്ഷേ പൈസ കൊടുക്കുന്നത് ക്യാമറയിൽ ക്യാപ്ചർ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അത് നമ്മൾ പോകുന്നത് തന്നെ വേസ്റ്റാണ്. ഇത്ര കാശ് മുടക്കിയിട്ടാണ് ഈ ഒരു കാര്യം കൈക്കൂലി വാങ്ങിക്കുന്നത് ഷൂട്ട് ചെയ്യാൻ വേണ്ടി മാത്രമായിട്ട് ഞങ്ങൾ ഗൂഡല്ലൂർ പോയത്. അപ്പോൾ അവിടെ പോകുന്ന സമയത്ത് ഞങ്ങൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, സാർ ഞങ്ങളുടെ കയ്യിൽ പൈസ ഒന്നുമില്ല, ഞങ്ങൾ ഗൂഗിൾ പേ ചെയ്യാം, എന്നാലും നമുക്ക് തെളിവിന് വേണ്ടിയിട്ടാണ് ഗൂഗിൾ പേ ചെയ്യുന്നുണ്ട്. അവസാനം കുറച്ച് നേരം വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. എന്നിട്ട് എന്നോട് പറഞ്ഞു തൊട്ടടുത്ത കടയിൽ ഒരു അറുമുഖൻ്റെ കടയുണ്ട്, തൊട്ടടുത്ത് സ്പൈസസും സ്വീറ്റ്സ് ഒക്കെ വെക്കുന്ന ഒരു കടയുണ്ട്, തൊട്ടടുത്ത് തന്നെ കട. നിങ്ങൾ അവിടെ പോയിട്ട് ഗൂഗിൾ പേ ചെയ്യൂ, എനിക്കാണെന്ന് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അറുമുഖൻ്റെ കട എന്ന് ചോദിച്ചു വേണം, അത് കൺഫേം ചെയ്തിട്ട് വേണം കൊടുക്കാമെന്ന് പറഞ്ഞു. ഞങ്ങൾ അറുമുഖൻ്റെ കടയിൽ പോയി. അറുമുഖൻ്റെ കടയിൽ ചെന്നപ്പോൾ അവിടെ ഒരു ലേഡിയാണ് അവിടെ ഉണ്ടായിരുന്നത്. അതിൻ്റെ ഉടമസ്ഥ തന്നെയായിരുന്നു. ആ ഉടമസ്ഥ പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം. അതോടൊപ്പം തന്നെ ഞങ്ങൾ അവിടെ ഗൂഗിൾ പേ ചെയ്തതിന് ശേഷമുള്ള വീഡിയോസ് നമുക്കൊന്ന് കാണാം. எனக்கு அனுப்பிச்சு விட்றீங்க. சரி, நான் இங்கிருந்து எடுக்கணுமே. என்னோட ஃபுல்லா கூகுள் பே அக்கௌண்ட் தான். என்னோட அக்கௌண்ட் ஃபுல்லா கூகுள் பே தான். இல்லைங்க அவருக்கு கொடுத்தா போதும். இப்போ நான் ஃப்ரீயாக வரும்போது அவரா நீங்கள் ஏற்றி விட்டுட்டு இல்லை இப்போ ஏற்றி விட்டு போயிடுவீங்க. நீங்கள் போயிட்டு ஒரு செகண்டில் இல்லை നമുക്ക് പൈസ ഇല്ലെങ്കിലേ ഭയങ്കര പ്രശ്നം. പറഞ്ഞ കസ്റ്റമറെല്ലാം നിങ്ങൾക്ക് അയച്ചു എന്തിനാ പൈസ മേടിക്കുന്നത്? നല്ല മനസ്സിലാവും. ரெண்டு சாதாரண விஷயம் தான். உங்களுக்கு நீங்கள் அது எவ்வளோ கஷ்டப்பட்டுருந்தீங்க அந்த 2000 ரூபாய்க்கு? பொலிசன் என்ன ஏற்றி விட்டு போங்க. நான் கலெக்ஷன் ஆகும்போது நான் கொடுப்பேன். அது போதும். 1000 பண்ணுறேன். அவர் வந்து 1020 ரூபா போதும். சரி, ஒன்றும் பிரச்சனை இல்லை. 1050 கூட போதும். 1050 அவ்வளோதான் எனக்கு வேண்டாம். எனக்கு பிடிக்கிற காசு. மாதம் 1000 ரூபா பிடிப்பாங்க. അപ്പോൾ ഞങ്ങൾ അവിടെ ഗൂഗിൾ പേ ചെയ്തു. അപ്പോൾ 1000 രൂപയ്ക്ക് 1020 രൂപ വേണമെന്നാണ് അക്ക നമ്മളോട് ആവശ്യപ്പെട്ടത്. നമ്മളത് പേ ചെയ്തു. പേ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഈ SIനെ അതിൻ്റെ സ്ക്രീൻഷോട്ട് കാണിക്കണം. നമുക്കൊന്ന് കാണിക്കാം. சார் 1000க்கு 1020 ரூபா போயிடுச்சு சார். சார் ஓகே சரிங்களா? சரி, ഗൂഗിൾ പേ ചെയ്ത സ്ക്രീൻഷോട്ട് ഒരു പ്രാവശ്യം കാണിച്ചാൽ പോരാ, അത് രണ്ടാമതൊന്ന് അദ്ദേഹം ഉറപ്പ് വരുത്തിയിട്ടാണ് പോകുന്നത്. ആ ചേച്ചി അക്ക ഒരു പ്രാവശ്യം നമ്മളോട് പറയുന്നുണ്ട്, നിങ്ങളൊരു 15 മിനിറ്റ് കഴിഞ്ഞിട്ട് പോയാൽ മതി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൂഗിൾ പേ ചെയ്തു എന്ന് പറയുമ്പോൾ തന്നെ അയാൾ കാശ് വാങ്ങിക്കാൻ വേണ്ടി ഓടി വരും. ഇപ്പം 1000 രൂപ തികയത്തില്ല, കച്ചവടം നടക്കുമ്പോൾ സമയത്ത് ഞങ്ങൾ കൊടുത്തോളാം എന്നുള്ള ഒരു എഗ്രിമെൻറ്റിലാണ് നമ്മൾ പൈസ അവിടെ ഗൂഗിൾ പേ ചെയ്യുന്നത് പോകുന്നതും. ഓക്കെ, അപ്പോൾ അതിനുശേഷം സംഭവങ്ങളെല്ലാം രാത്രി ഏകദേശം ഒരു 10 മണിയോട് കൂടി ഞങ്ങൾ അവിടെ നിന്ന് പോകുന്നു. അപ്പോൾ പകൽ വെളിച്ചത്തിൽ ഈ ചെക്ക് പോസ്റ്റും അതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഗൂഗിൾ പേ ചെയ്ത സ്പൈസസ് ഷോപ്പിൻ്റെ ഉടമയ്ക്കും സ്വീറ്റ് ഷോപ്പിൻ്റെ ഉടമയ്ക്കും
ഇവരെ പറ്റി ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അതുകൂടെ നമുക്കൊന്ന് കേൾക്കാം. വലിയ കുഴപ്പമില്ലാത്ത മഴയുണ്ട്. അതുപോലെ തന്നെ ആ നേരെ കാണുന്ന ചുവന്ന പെയിൻ്റ് അടിച്ചാണ് ചെക്ക് പോസ്റ്റ്, ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റും ഉണ്ട്. ഈ കാണുന്ന ഷോപ്പിലാണ് എല്ലാവരും ഗൂഗിൾ പേ ചെയ്ത് കൊടുക്കുന്നത്. അത് തൊട്ടടുത്തുള്ള ഷോപ്പ് വിമൽ ടീ ആൻഡ് സ്പൈസസ്. ഇനി ഇതാണ് ഫോറസ്റ്റ് ഓഫീസും അതിനോട് ചേർന്ന് തന്നെ തമിഴ്നാട് പോലീസ് ചെക്ക് പോസ്റ്റും, തമിഴ്നാട് കാവൽത്തുറൈ. ഇത് നമ്മുടെ കടയിലകത്തേക്ക് കയറിയിട്ട് ഇനി നമുക്ക് ജീവനക്കാരനെ പറയാനുള്ളത് നമുക്ക് കേൾക്കണം. അയാൾക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മളോട് പറയാനുണ്ട് യുവമാരെ കുറിച്ചിട്ട്. ഞാനൊരു ചായയും കൂടെ ഓർഡർ ചെയ്തിട്ട് ഇവിടെ ഇരിക്കാൻ പോകണം. உங்க பேர் தானே ஆறுமுகம்? ஓனர் பேரா? அவர் சொன்னார் ஆறுமுகம் கடையில் கொடுத்துருந்தேன். ஆறுமுகம் யார் எங்களுக்கு என்ன தெரியும்? ரிட்டையர் ஆகிறதுக்கு ஆயிடுச்சுன்னு நினைக்கிறேன். அந்த ரிட்டையர் ஆகிறதுக்குள்ள கிட்டத்தட்ட 4 வருஷத்துக்கு 4 கோடி ரூபா ഉണ്ടാക്കിയത്. 4 கோடி ഉണ്ടാക്കുവാണ്. இன்னைக்கு நாங்கள் நிற்கும் போது கிட்டத்தட்ட ஒரு 6-7 வண்டி 7 வண்டியும் மடக்கிட்டு காசு வாங்கிட்டாரு. പൈസ ഇല്ല നേരെ ഇങ്ങോട്ട് വിട്ടുവാങ്ങ. അത് കടച്ചിൽ உங்களுக்கு വലിയ പെരിയ പ്രശ്നമായിരുന്നു. അവിടുത്തെ ജീവനക്കാരൻ പറയുന്നത് കേട്ടല്ലോ. ഏകദേശം ഇയാൾ ഒരാൾ മാത്രം 4 കോടി രൂപയാണ് ഉണ്ടാക്കുന്നത് അയാൾ റിട്ടയർ ചെയ്യുന്നതിനുള്ളിൽ, ശമ്പളം കൂടാതെ. അവരെ സംബന്ധിച്ചിടത്തോളം അവർ വെറും 500 രൂപയ്ക്കാണ് ആ കടയിൽ അവർ ജോലിക്ക് നിൽക്കുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം 4 കോടി രൂപ എന്ന് പറയുന്നത് ഒരു വലിയൊരു സംഖ്യയാണ്. അതുകൊണ്ടാണ് ഈ പറയുന്ന റിട്ടയർഡ് ആവുന്നതിന് മുമ്പ് 4 കോടി രൂപ ഉണ്ടാക്കുന്നത്. 4 അല്ല 40 കോടി രൂപ വരെ ഈ ചെക്ക് പോസ്റ്റിൽ നിൽക്കുന്ന ഉദ്യോഗസ്ഥന്മാർ 40 കോടി വരെ ഉണ്ടാക്കുന്നു. അതിൻ്റെ വിശദാംശങ്ങളാണ് ആ കടയിൽ ജോലി ചെയ്യുന്ന അദ്ദേഹം പറഞ്ഞത്. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും എന്നെ അറിയിക്കുക. സൈനിങ് ഓഫ് പോളി വടക്കൻ.